രാജിയില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അങ്ങനെ രാജി തങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്ന് 10 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഒരു സംവിധാനത്തെ കൊണ്ട് അവരുടെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ തന്നെ രാജിവയ്പ്പിക്കാൻ കഴിഞ്ഞു എന്നതും അത് ഫാഷിസത്തിൻ്റെ ഈ മുഷ്കിനോട് ജനാധിപത്യം നടത്തിയ വലിയ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു എന്നും അതിൽ നേടിയ വിജയമായിരുന്നു എന്നും നാം ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അത് ഭാവിയിലേക്ക് ധാരാളം തുറസ്സുകൾ നൽകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന അനവധി സമരങ്ങൾക്കുള്ള ഊർജം ആ സമരം നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യയിലെ യുവജനങ്ങൾ ഐതിഹാസികമായ ഒരു വിജയം കൈവരിച്ച ഒരു സന്ദർഭത്തിന് തൊട്ടു പിന്നാലെയാണ് നമ്മുടെ ഈ സമ്മേളനം ചേരുന്നത്. ഐതിഹാസികമായ വിജയം എന്ന് പറയുന്നത് ആ സമരം മുമ്പോട്ട് വച്ച ചില ആവശ്യങ്ങൾ നേടിയെടുത്ത് ആ സമരം അവസാനിച്ചു എന്നതിനെ മാത്രം മുൻനിർത്തിയല്ല. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട 3 ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വമ്പിച്ച ഒരു സമരമുഖം കഴിഞ്ഞൊരു മാസത്തിനിടയിൽ ഡൽഹിയിൽ ആരംഭിച്ച് ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് വരെ പടർന്നു പിടിച്ചത്. ആ സമരത്തിൻ്റെ മൗലികമായ ഒരു സവിശേഷത നമുക്കൊക്കെ അറിയുന്നത് പോലെ അത് ഡൽഹിയിലാണ്, ജന്തർ മന്ദറിലാണ് ആ സമരം തുടങ്ങിയതെങ്കിലും അതവിടെ നിന്ന് ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലേക്ക്, ചെറുപട്ടണങ്ങളിലേക്ക്, ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് വരെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പടർന്നു പിടിക്കുകയും മുഴുവൻ ഇന്ത്യക്കാരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സമരമുഖമായി മാറുകയും ചെയ്തു. സമരങ്ങളുടെ ചരിത്രത്തിൽ എല്ലാ സമരങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു വലിയ വ്യാപ്തി കൈവരാറില്ല. ചെറുതും വലുതുമായ സമരങ്ങൾ എല്ലാ ദിവസവും പല രൂപത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ നാട്. അത് സവിശേഷമായ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരിക്കാം, പോലീസ് അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സമരമായിരിക്കാം, ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനെതിരെ ജനവിഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സമരമായിരിക്കാം, പൊതുവായ രാഷ്ട്രീയ പ്രമേയങ്ങളെ മുൻനിർത്തി ഉയർന്നു വരുന്ന സമരങ്ങളുമായിരിക്കാം. ഇതൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ സന്ദർഭത്തിലും ജീവിതം, മനുഷ്യരുടെ ജീവിതം ചെറുതും വലുതുമായ സമരങ്ങളാൽ മുഖരിതമാണ് എന്ന് പറയാം. എന്നാൽ ഇതിനിടയിൽ ചില സമരങ്ങൾ ഉയർന്നു വരികയും അത് ഉയർത്തുന്ന വിഭാഗങ്ങൾ ഏതാണോ, അതാരുടെ ആവശ്യങ്ങളെയാണോ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അതിനപ്പുറത്തേക്ക് കടന്ന് സാർവത്രികമായ സ്വാധീനശേഷിയുള്ള ഒരു ജനതയുടെ ആകമാനമുള്ള ജീവിതബോധത്തെ സ്പർശിക്കുന്ന, അവരെ വൈകാരികമായിട്ടും ചിന്താപരമായിട്ടും അനുഭവപരമായിട്ടുമൊക്കെ ഇളക്കി മറിക്കുന്ന സമരങ്ങളായി മാറിത്തീരും. എല്ലാ സമരങ്ങൾക്കും അങ്ങനെ കഴിയണം എന്നില്ല. പല ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ എല്ലാ സമരങ്ങളുടെ സന്ദർഭത്തിലും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടാവും. അതൊക്കെ സമരങ്ങളുടെ ഉള്ളടക്കത്തെയും സ്വഭാവത്തെയും ഒക്കെ സ്വാധീനിക്കുകയും ചെയ്യും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് പോലും ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരും ഒരുമിച്ച് അണിനിരന്ന സമരമുഖങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ദേശീയ പ്രസ്ഥാനം ഒരു ഭാഗത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ രാഷ്ട്രീയ മുദ്രാവാക്യത്തെക്കാൾ പ്രാധാന്യമുള്ളത് സാമൂഹിക സ്വാതന്ത്ര്യത്തിനാണ്, ജാതിയിൽ നിന്നുള്ള വിമോചനത്തിനാണ്, ജാതിമർദ്ദനത്തിൽ നിന്നുള്ള വിടുതിക്കാണ് എന്ന ആശയം ഉന്നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. പുറമേക്ക് പരസ്പര വിരുദ്ധമാണ് എന്ന് തോന്നുമെങ്കിലും പ്രായോഗികമായ ചില വൈരുദ്ധ്യങ്ങൾ അവയ്ക്കിടയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവ ആത്യന്തികമായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനപരമായ 2 മൂല്യങ്ങളാണ് ഊന്നി പറഞ്ഞത് എന്ന കാര്യം ഇന്ന് നമുക്കറിയാം. കാരണം ബ്രിട്ടനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം പോലെ ജാതിബന്ധങ്ങളിൽ നിന്നുള്ള സാമൂഹികമായ വിടുതിയും ഇല്ലാതെ സ്വാതന്ത്ര്യമെന്നതിന് ഇന്ത്യയിൽ കാര്യമായ അർത്ഥമൊന്നും ഉണ്ടാവില്ല എന്നത് ഇന്ത്യയുടെ സവിശേഷമായൊരു ഉള്ളടക്കമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ നിലയിൽ എല്ലായ്പ്പോഴും ഏത് മുദ്രാവാക്യത്തിനുള്ളിലും ഈ പറയുന്ന സാമൂഹിക വൈരുദ്ധ്യങ്ങൾ കടന്നു വരികയും അതേ ചൊല്ലി ചെറുതും വലുതുമായ സംഘർഷങ്ങളോ അഭിപ്രായ ഭിന്നതകളോ സമരങ്ങൾക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടു വരികയും ചെയ്യാം. അതൊരു അടിസ്ഥാന വസ്തുതയാണ്. കാരണം സമൂഹം വൈരുദ്ധ്യ നിർഭരമാണ് എന്നതുകൊണ്ട് സാമൂഹികമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾക്കുള്ളിലും ഇത്തരത്തിലുള്ള വൈജാത്യങ്ങളോ
വ്യത്യസ്തതകളോ ഉണ്ടാവുക ഒട്ടും അസ്വാഭാവികമല്ല. അതേ ചൊല്ലി നമ്മൾ അങ്ങനെ വലിയ വ്യാകുലതയൊന്നും വച്ചു പുലർത്തേണ്ടതുമില്ല. സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക്, സംഘടന എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈരുദ്ധ്യങ്ങളെ നാം ഭയപ്പെടേണ്ടതില്ല എന്ന കാര്യമാണ്. എന്നാൽ ഈ സമരത്തെ സംബന്ധിച്ചുണ്ടായ ഒരു പ്രത്യേകത, വൈരുദ്ധ്യങ്ങളോ വൈജാത്യങ്ങളോ ഒക്കെ ഇതിനകത്തും കണ്ടെത്താൻ കഴിഞ്ഞേക്കാമെങ്കിലും മുഴുവൻ ആളുകളുടെയും, ഇന്ത്യയിലെ സംഘപരിവാർ ഒഴികെയുള്ള അതിനുള്ളിൽ തന്നെയുമുള്ള ഒരുപാട് ജനവിഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന, വൈകാരികമായി കൂട്ടിയിണക്കുന്ന, പ്രക്ഷോഭമുഖത്തേക്ക് നേരിട്ട് ആകർഷിക്കുന്ന, പ്രക്ഷോഭമുഖത്ത് എത്തിച്ചേർന്നാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിൽ ഹൃദയം കൊണ്ട് പങ്കാളികളായി തീരുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരുടെ ഒരു ഐക്യം സൃഷ്ടിക്കാനായിട്ട് ഈ സമരത്തിന് കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആ സമരം അത് മുന്നോട്ട് വച്ച അടിസ്ഥാന മുദ്രാവാക്യങ്ങൾ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ രാജിയും നഷ്ടപരിഹാരവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന മുദ്രാവാക്യങ്ങൾ നേടിയെടുത്തു എന്നതുകൊണ്ട് മാത്രമല്ല ആ സമരം പ്രധാനമായിരിക്കുന്നത്, ഐതിഹാസികമായിരിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയത്. മറിച്ച് നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി 12 വർഷമായി ഇന്ത്യയിലെ ഫാസിസ്റ്റ് പ്രകൃതം കൈവരിച്ച ഭരണകൂടത്തിനെതിരെ നടന്ന ചെറുതും വലുതുമായ സമരങ്ങൾ ഉണ്ടാക്കിയ വലിയ ഊർജത്തിൻ്റെ, അത് അടിത്തട്ടിൽ വിന്യസിച്ച പ്രതിരോധത്തിൻ്റെ ഒരു പൂർത്തീകരണ മുഹൂർത്തം കൂടിയായി അത് മാറിത്തീർന്നു. അപരാജിതമാണ്, അദൃശ്യമാണ്, ആർക്കും കീഴടക്കാനാവാത്തതാണ് എന്നെല്ലാം മേനി നടിച്ചിരുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ശിരസ് താഴ്ത്തിക്കാൻ, തലകുനിപ്പിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ സമരം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഊർജം എന്നത് കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഒരു നിലയിലും വിട്ടുവീഴ്ചയില്ല എന്ന് കരുതിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായ സംവാദങ്ങളിലൂടെ, ആശയവിനിമയങ്ങളിലൂടെ, വിസമ്മതങ്ങളെ പരിഗണിക്കുന്നതിലൂടെ അന്തിമമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുക എന്നതിനെ സമ്പൂർണമായി നിരാകരിച്ച് ജനാധിപത്യം എന്നതിനെ വിയോജിക്കാനുള്ള അവകാശം എന്ന അടിസ്ഥാന യുക്തിയിൽ നിന്ന് ജനാധിപത്യം എന്നതിനെ മെജോറിറ്റേറിയനിസം, ഭൂരിപക്ഷവാദം എന്ന ഫാഷിസത്തിൻ്റെ ഒരു പ്രച്ഛന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയ ഒരു ഭരണ സംവിധാനത്തെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സമരം പരാജയപ്പെടുത്തിയത്. അതാണ് ആ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും, ഈ 2015 ഹിന്ദുത്വ ഭരണകൂടം അധികാരത്തിലേറിയ സമയത്ത് തങ്ങളുടെ നയമെന്ത് എന്ന് അന്നത്തെ BJPയുടെ അഖിലേന്ത്യാ നേതാക്കളിൽ ഒരാൾ വിശദീകരിച്ചത്, ഇത് UPA അല്ല, ഇത് NDA ആണ്, ഇത് നോൺ നെഗോഷ്യബിളായ തീരുമാനങ്ങളുള്ള, രാജിയില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അങ്ങനെ രാജി തങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്ന് 10 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഒരു സംവിധാനത്തെ കൊണ്ട് അവരുടെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ തന്നെ രാജിവയ്പ്പിക്കാൻ കഴിഞ്ഞു എന്നതും, അത് ഫാഷിസത്തിൻ്റെ ഈ മുഷ്കിനോട് ജനാധിപത്യം നടത്തിയ വലിയ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു എന്നും അതിൽ നേടിയ വിജയമായിരുന്നു എന്നും നാം ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അത് ഭാവിയിലേക്ക് ധാരാളം തുറസ്സുകൾ നൽകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന അനവധി സമരങ്ങൾക്കുള്ള ഊർജം ആ സമരം നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സംഘടനാ രീതികളെ നവീകരിക്കാൻ, കൂടുതൽ ഭാവനാത്മകമായ പ്രതിരോധ വഴികൾ കണ്ടെത്താൻ ഒക്കെ നമ്മോട് തന്നെയും അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകമാനം ഒരു നമ്മുടെ സമര ജീവിതത്തെ, സംഘടനാ പ്രവർത്തനങ്ങളെ ആകമാനം നവീകരിക്കുന്ന സുപ്രധാനമായ ഒരു സമരമുഖമായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അരങ്ങേറിയത്. അതിൻ്റെ കേന്ദ്രത്തിൽ സംശയരഹിതമായിട്ടും അതിനോട് ചേർന്നുകൊണ്ട് ആ സമരത്തിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ, സംഘടനാപരമായി അതിനെ ചിട്ടപ്പെടുത്തുന്നതിൽ ഒക്കെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ വലിയ പങ്കുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾക്ക് പുറത്ത് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര മേഖലകളിൽ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പല നിലകളിൽ മനസ്സുകൊണ്ടും അല്ലാതെയും പിന്തുണച്ച് പോന്നിരുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ
വിള്ളലുണ്ടാക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമിക വലിയ തോതിലൊന്ന് വഴിതിരിയുന്ന ഒരു മുഹൂർത്തമായി ഈ സമരം മാറിത്തീർന്നു. അത്രയും വലിയ പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഈ സമരം അത് വച്ച മുദ്രാവാക്യം നേടി എന്നതിനേക്കാൾ വലിയ വ്യാപ്തി കൈവരിച്ച സമരമാണ് എന്ന് സൂചിപ്പിച്ചത്. സമരങ്ങൾ ചിലപ്പോൾ അതിൻ്റെ മുദ്രാവാക്യങ്ങൾ നേടി അവസാനിക്കും, ചിലപ്പോൾ ഒട്ടുമേ സമരമുദ്രാവാക്യങ്ങൾ നേടാതെയും അവസാനിക്കും. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹമോ വൈക്കം സത്യാഗ്രഹമോ പോലെ കേരള ചരിത്രത്തെ ആകമാനം രൂപപ്പെടുത്തിയ വലിയ സമരങ്ങൾ വിജയിച്ച് അവസാനിച്ച സമരങ്ങളല്ല. പക്ഷേ ആ പരാജയപ്പെട്ട സമരങ്ങൾക്ക് വിജയിച്ച എത്രയോ സമരങ്ങളെക്കാൾ സാമൂഹികമായ പ്രാധാന്യമുണ്ട്, സാമൂഹികമായ ആഘാതശേഷി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം.